വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിൽ ആദ്യത്തെ റെസിപ്പി പരിപ്പ് കറി വിത്ത് ചീര. ഞങ്ങളുടെ വീട്ടിൽ ബാക്കിയെല്ലാം ചെറിയ ടൈപ്പ് മീൻ സീ ഫുഡ്സ് ഉണ്ടല്ലോ, അതാണ് കോമ്പിനേഷൻസ്. ഞാൻ തിരിച്ചു വരാം. കുരുമുളക് ഇടണം അല്ലേ? ഇതെല്ലാം ഫ്രൈ ചെയ്താൽ ഞാൻ തിരിച്ചു വരാം. പക്ഷേ ഇത് ഫുള്ള് വേണ്ട. 300 രൂപ വറുത്തെടുക്കാൻ പറ്റും. നേരിയതായിട്ട് സ്ലൈറ്റ് മുറിച്ചിട്ട് ചേച്ചി എങ്ങനെയാണെങ്കിലും പൊടിയില്ല. അച്ചാറിടാൻ നല്ലതല്ല. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സീ ഫുഡ് കേരള മീൽസ് അതാണ് ചെയ്യാൻ പോണേ. ആൻഡ് റെസിപ്പി ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഈ സീ ഫുഡിൻ്റെ എല്ലാ ഒരുമാതിരി സീ ഫുഡല്ല, നോൺ വെജ് കറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്ന പരിപ്പ് കറി വിത്ത് ചീര, തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള കറിയാണ്. അത് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. ഞാൻ മേടിച്ച സീ ഫുഡ് ഇന്ന് കാണിക്കാട്ടോ. അപ്പോൾ ക്രാബ് ഞാൻ സീ ക്രാബാണ് മേടിച്ചേക്കണേ. കടലിലെ ഞണ്ട്. ഇത് കണ്ടോ, കുരിശ് ഞണ്ട് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, ഇവിടെ ഒരു കുരിശ് കണ്ടോ ഇങ്ങനെ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണണം കേട്ടോ. കോസ്റ്റ് അറൗണ്ട് 260 റുപ്പീസ്. പിന്നെ കക്ക ചെറിയ ടൈപ്പ് കക്കയാണ് നന്നാക്കിയത്. ഇപ്പം ഞാൻ എറണാകുളം മാർക്കറ്റിലെ വീഡിയോ കാണിച്ചില്ലേ, അവിടെ നിന്ന് തന്നെ നന്നാക്കി കിട്ടി. 100 റുപ്പീസ്, അതും 1 kg. ആൻഡ് ഇത് വറ്റമീന ചെറിയ ടൈപ്പ്. ഇതിലൊരു 10 എണ്ണം ഉണ്ട്. ആൻഡ് അതും ഏകദേശം 250 റുപ്പീസിൻ്റെ ആയിരുന്നു. ചെറിയ ചെമ്മീൻ, അതും 1 kg. ഇത് ഭയങ്കര പൊടിച്ച മീനാണ് കേട്ടോ. ഇത് വെച്ചൊരു എരിവുള്ള കറി ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി പ്ലാൻ ചെയ്യുമ്പോൾ. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഷെയർ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റിയ റെസിപ്പി. ഈസി വേയിലാണ് ഞാൻ ചെയ്യണേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും പോലെ. ആദ്യത്തെ പരിപ്പ് കറിയുടെ കാണിക്കാൻ പോകുന്നത്. പീസ് പരിപ്പാണ് വേണ്ടത്. സാമ്പാറിൻ്റെ പരിപ്പായാലും കുഴപ്പമില്ല. പരിപ്പ് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 7 to 8 8-10 പേർക്ക് തികയോ? ഇതൊരു 8-10 പേർക്കൊക്കെ തികയണ പോലത്തെ ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ പറയണേ. 8-10 തികയില്ലെന്ന് തോന്നുന്നു. 10 മീനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 5-6 പേർക്ക് അതായിരിക്കും കറക്റ്റ്. പരിപ്പ് 1.5 കപ്പ് കഴുകി വാഷ് ചെയ്ത് കുക്കറിലോട്ട് ആഡ് ചെയ്യുക. പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഇപ്പോൾ ബിഗിനേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇത് പറയണേ. ആൻഡ് നമ്മുടെ പാലക്ക് അത് ഒരു കെട്ട് ഈ പരിപ്പിൻ്റെ കൂടെ തന്നെ കുക്കറിലോട്ട് ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിൽ ഉള്ള വെള്ളം ഇടണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പരിപ്പ് എപ്പോഴും ബിഗിനേഴ്സൊക്കെ വെക്കുമ്പോൾ എപ്പോഴും പ്രശ്നം പറ്റാം അവിടെയാണ്. അപ്പോൾ അത് കാരണം ഞാനൊരു 2.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1.5 കപ്പ് പരിപ്പിന് 2.5 കപ്പ് വെള്ളം. പിന്നെ ഈ ചീരയിൽ വെള്ളം വരും. ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ് 1.5 ടീസ്പൂണൊക്കെ. ഇനി ഒരു പച്ചമുളക്, അതിപ്പോൾ ഇങ്ങനെ ഒടിച്ചിട്ടാലും മതി. സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഇനി 1.5 കപ്പ് പരിപ്പിന് 1 കപ്പ് ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്ത തേങ്ങ. ഈ തേങ്ങ ആഡ് ചെയ്യാത്ത ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയും കൂടി ഞാൻ പറയട്ടെ. ബിക്കോസ് ചിലപ്പോൾ ചിലവർക്ക് തേങ്ങ ചേരണ്ടാൻ മടിയായിരിക്കും. അതുകൊണ്ട് 1 കപ്പ് തേങ്ങ നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. 2 പിഞ്ച് സാദാ ജീരകം. വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 4 എണ്ണം, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം മതി. ഇത്രയും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കുക. മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം, അതാണ് മെയിൻ. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഫൈൻ പേസ്റ്റായിട്ട് അരയില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇതിൻ്റെ മെയിൻ തിങ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തേങ്ങ അരയ്ക്കണം. അപ്പോൾ ഇത് പരിപ്പിൻ്റെ ഫസ്റ്റ് വിസിൽ വന്നിട്ട് ലോ ഫ്ലെയിമിലിടുക. ഇനി ഒരു നന്നായിട്ട് വേവണം, അതാണ് നല്ലത്. അപ്പോൾ ഒരു 3 വിസിലെങ്കിലും വരണം ലോ ഫ്ലെയിമിൽ കിടന്നിട്ട്. അപ്പോഴേക്കും ഈ മീൻ നമ്മൾ വറ്റ മേടിച്ചില്ലേ, അത് ഫ്രൈ ചെയ്യാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ കുറച്ചിങ്ങനെ ക്രിസ്പി ആയിട്ട് ഫുൾ മീനായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റണ പോലത്തെ ആ സൈസാണ് മേടിച്ചത്. അപ്പോൾ ഇത് കോൺഫ്ലവറൊക്കെ മുക്കി വറക്കാൻ പോവാം. ഇത്തിരി ക്രിസ്പി ആയിട്ട് ഇരിക്കാനായിട്ട് അരിപ്പൊടിയും കോൺഫ്ലവറും. അരപ്പ് നമ്മുടെ ബേസിക് അരപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, നാരങ്ങനീര്, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഈ ചെറിയ മീനായതുകൊണ്ട് ചെറിയ മീൻ ഏതായാലും മേടിച്ചാൽ മതിട്ട്. എന്നിട്ട് അത് മുഴുവനായിട്ട് ഇങ്ങനെ മുള്ളും കൂടി തിന്നാൻ പറ്റണ പാകത്തിന് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യണം. സാധാരണ ഞാൻ തവ ഗ്രില്ല ചെയ്യാറ്, ബട്ട് ഇതിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോവാം. ഇനി കുക്കർ ഉപയോഗിച്ച് ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഇപ്പം മന്നയൊക്കെ ആണെങ്കിൽ മന്നയുടെ ഒക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാൻ പറയും, പ്രഷറും നന്നായിട്ട് കളഞ്ഞിട്ട് വേണം എപ്പോഴും എടുക്കാനായിട്ട്. ബിഗിനേഴ്സിനോട് ആയിട്ട് പറയാം. ഈ 1 കെട്ട് ചീരയ്ക്ക് 1.5 കപ്പ് പരിപ്പെങ്കിലും വേണം, അല്ലെങ്കിൽ ചീര ഭയങ്കര കൂടുതലായിട്ട് നിൽക്കും. നമ്മൾ നേരത്തെ അരച്ചില്ലേ തേങ്ങ, അത് ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരയണം. അതാണ് മെയിൻ തിങ്. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ട് ചൂടാക്കാൻ വെക്കുക വീണ്ടും.
മഞ്ഞ കളർ കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. അത് കുറച്ചുകൂടി നമുക്ക് സോട്ട് ചെയ്ത് ആഡ് ചെയ്യാം കേട്ടോ, മഞ്ഞപ്പൊടി വേണമെങ്കിൽ. എനിക്ക് ഇത്തിരി എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരിപ്പ് കുറച്ച് നേരം ചൂടാറി കഴിയുമ്പോൾ ഭയങ്കര കുറുക്ക് പോലെ വരില്ലേ, അപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലോട്ട് ആക്കണം നല്ലത്. അപ്പോൾ കുറച്ച് തിളച്ച വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ബോയിൽ ചെയ്തിട്ട് വെക്കാം. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. പരിപ്പൊന്ന് താളിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ, കടുക്, ഉണക്കമുളക്, വേപ്പില. ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ബട്ട് അടുപ്പിൽ നിന്ന് നമ്മുടെ തീന്ന് മാറ്റി വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നമ്മൾ താളിക്കാം. പരിപ്പ് കറി കഴിഞ്ഞു. തേങ്ങ അരക്കാത്ത ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പരിപ്പ് കറി, കുറച്ച് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് കറി കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂടെ കാണിക്കുകയാണ്. ഈ സെയിം രീതിയിൽ തന്നെ പരിപ്പും ചീരയും പച്ചമുളകും കൂടിയിട്ട് വേവിക്കുക. ആൻഡ് താളിക്കണ ഒരു കാര്യം, ചെറിയൊരു കാര്യമുണ്ട്, അത് ഇതിൻ്റെ കൂടെ ചെയ്താൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റാണ് ആ കറി. സൺഫ്ലവർ ഓയിൽ കടായിലോട്ട് ആഡ് ചെയ്യുക. കടുക് പൊട്ടിക്കുക. ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് 1 ടേബിൾ സ്പൂൺ വേണം. രണ്ടും കൂടി ഒരുമിച്ച് അരച്ചത് 1 ടേബിൾ സ്പൂൺ. ആൻഡ് അത് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റുക. ആൻഡ് ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് 1.5 ടീസ്പൂൺ വേണം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ആൻഡ് മഞ്ഞപ്പൊടി പരിപ്പിട്ടപ്പോഴും ആഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ആഡ് ചെയ്യണം ചെറുതായിട്ട്, ചെറിയൊരു ക്വാണ്ടിറ്റി മതി. ആൻഡ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും ചീരയും നമ്മുടെ പാലക്കും കൂടി ആയിട്ടുള്ള ഇത് ചാറിടുക. ജിഞ്ചർ ഗാർലിക്കിൻ്റെ ടേസ്റ്റും ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുന്ന കാരണം ചപ്പാത്തിയുടെ കൂടെ ബെസ്റ്റ്. അപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി. ഇത് നമ്മുടെ റൈസിൻ്റെ കൂടെ ചേർന്ന കേരള സ്റ്റൈലിലെ കറിയും, ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ കൂടെയൊക്കെ ചേരുന്ന റൈസ്, നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷസിൻ്റെ കൂടെയൊക്കെ ചേരുന്ന ദാൽ വിത്ത് സ്പിനച്ച് ചപ്പാത്തിയുടെ കൂടെ ചേർന്ന് രണ്ടും റെഡി. അടുത്ത ഇനി സീ ഫുഡ്. ഇനി പരിപ്പ് കറി നിങ്ങൾ വെച്ചില്ലെങ്കിലും സ്പൈസി ആയിട്ടുള്ള കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഈ ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു തിളപ്പിച്ച കറി കാണിക്കാം കേട്ടോ. പൊടിച്ചെമ്മീൻ മതി അതിന്. ഈ ഒരു കറിയിൽ നമ്മുടെ ഉള്ളി ഒന്നും വേണ്ട കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി തന്നെ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അത്ര നിർബന്ധമൊന്നുമില്ല. മെയിനായിട്ട് ഇത്തിരി എരിവായിട്ടുള്ള കറിയാണ്. നമ്മൾ 1 കിലോ കുഞ്ഞ് ചെമ്മീൻ മേടിച്ചതിൽ ഞാൻ ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് പച്ചക്കായുടെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് 1.5 ടീസ്പൂണൊക്കെ എരിവുള്ള മുളക് പൊടി, 1 കിലോ ഒക്കെ ആണെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യാം. എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ. കുറച്ച് കൂടുതൽ വേണം, എരിവ് വേണം. ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് ചെയ്യാൻ പോണേ. ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പിഞ്ചേ ആഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. വെളിച്ചെണ്ണ മെയിനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. കൊടംപുളിയും 2 ചെറിയ പീസ് മതി. മാരിനേറ്റ് ചെയ്യുക, കുറച്ച് നേരം മാരിനേറ്റ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് വെള്ളമിട്ട് തിളപ്പിക്കുക. അത്രയേ ഉള്ളൂ കറി. അപ്പോൾ 1 kg ചെമ്മീനിന് ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇച്ചിരി ഗ്രേവി ഉള്ള പോലെ ആക്കാൻ പോണേ. ഇതിനങ്ങനെ കൺഫ്യൂഷനൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. അത്രയേ ഉള്ളൂ കറി. മിക്സ് ചെയ്യുക, വേപ്പില ആഡ് ചെയ്യണം, ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. ആൻഡ് വെളിച്ചെണ്ണ നന്നായിട്ട് വേണം, അപ്പോഴാണ് കറി നല്ല ടേസ്റ്റ്. അത് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ തന്നെ. തിളക്കട്ടെ. 5 minutes ഒക്കെ എടുക്കുള്ളൂ ഈ കറി റെഡി ആവാനായിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ കിടക്കണം, അപ്പോഴാണ് നല്ല ഫ്ലേവർ ഈ ഗ്രേവിക്ക് വരുന്നത്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും ലാസ്റ്റ് ഒഴിക്കണം. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് കണ്ടോ ചെറുതായിട്ട് ഇപ്പോൾ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ആൻഡ് വേപ്പിലയും ഞാൻ ആഡ് ചെയ്തു. ആ സീൻ ഇതിൽ വന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇനി മാറ്റി വെക്കാം. ഇനി ക്രാബും നമ്മുടെ കക്കയും, ചെറിയ ടൈപ്പ് കക്കയും ഒരുമിച്ച് ഉണ്ടാക്കാം. ഒരുമിച്ച് മീൻസ് സെപ്പറേറ്റ് ബട്ട് ഒരേ ടൈമിൽ. ബിക്കോസ് രണ്ടിനെ റെസിപ്പി സെയിമാണ്. അതിന് രണ്ടിനും വേണ്ടത് ഉള്ളിയാണ്. കുറച്ച് ഓരോന്നിനും ഓരോ പിടി ഉള്ളി വേദം വേണം, ചെറിയ ഉള്ളി നന്നായിട്ട് ചതയ്ക്കുക. നെക്സ്റ്റ് വെളുത്തുള്ളി. ഇപ്പം ഞാൻ 2ൻ്റെയും കൂടി കണക്കാണ് പറയണേ കേട്ടോ. ഓരോന്നിനും ഒരു 2 ടേബിൾ സ്പൂൺ വീതം വേണം വെളുത്തുള്ളി. അതുപോലെ തന്നെ ഇഞ്ചി ഈ 2ൻ്റെയും കണക്കിന് 2 മീഡിയം സൈസ്, അതും നന്നായിട്ട് ചതയ്ക്കണം. ഇതിനായിട്ട് നന്നായിട്ട് ഇതുപോലെ കല്ലിൽ ചതയ്ക്കണ വേണ്ടേ. ഇപ്പോൾ കല്ലില്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പച്ചമുളക് ഞാനൊരു 2 കൂടിയായിട്ട് ഒരു 10 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട്. ഇനി നമ്മൾ ഈ ചതച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കൂടെ ഡിവൈഡ് ചെയ്തിട്ട് 2 ചട്ടിയിലോട്ട് ആഡ് ചെയ്യുക. ഞാനിത് 2 കൂടി ഒരുമിച്ച് ചെയ്യണ കാരണം അങ്ങനെ ചെയ്യണം കേട്ടോ, ഡിവൈഡ് ചെയ്ത്. അത്ര ഈസി റെസിപ്പിയാണ്. 2 ഇതും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയെങ്കിലും സോട്ടേ ആയിട്ട് വേണം ക്രാബൊക്കെ ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. ക്രാബിൽ ഞാൻ ചതച്ചമുളക് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ചതച്ചമുളക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് എരിവ് വേണം. കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത്രയും മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ക്രാബ് ആഡ് ചെയ്യാം. സീ ക്രാബ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും, അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. ആൻഡ് ഉപ്പ് ആവശ്യത്തിന് ഇടാം, കൊടംപുളിയും ഇടാം. അത്രേ ഉള്ളൂ. കുറച്ചൊന്ന് മുരിഞ്ഞാൽ മതി. ഇനി കൊടംപുളി ഇതേ ഈ ചെറിയൊരു പീസ് ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് ഡ്രൈ ആവട്ടെ, കുക്കും ആവണം ക്രാബ്. കുറച്ചും കൂടി കളറ് ക്രാബിന് ഇഷ്ടം, അത് കാരണം ഞാൻ കാശ്മീരി മുളക് പൊടി കുറച്ചുകൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് കളറ് കുറച്ച് കുറവുള്ള പോലെ തോന്നണം. ഇനി പെപ്പറിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പെപ്പറും ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പെപ്പർ ആഡ് ചെയ്യണില്ല, ചതച്ച മുളക് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി വേപ്പിലയും കൂടി ആഡ് ചെയ്ത് നമ്മുടെ ക്രാബ് കുക്കാവട്ടെ. അപ്പോഴേക്ക് ഇനി കക്ക ഉണ്ടാക്കാം. ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ. ആൻഡ് കക്കയിൽ ഞാൻ കുറച്ച് മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്.
മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ആൻഡ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. പെരിഞ്ജീരകം പൊടി 1/2 ടീസ്പൂൺ തന്നെ. ആൻഡ് മെയിനായിട്ട് പെപ്പറാണ് കൂടുതൽ വേണ്ടത് കക്കയിൽ. ആൻഡ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ ഉപ്പ്. ഇത്രയായിട്ട് കക്ക ആഡ് ചെയ്യാൻ പോവാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിപ്പോൾ ഈ ചെറിയ കക്ക ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ കുക്കായിക്കോളും. അപ്പോൾ അത് കാരണം പിന്നെ വേറെ ഇതൊന്നുമില്ല. മറ്റേ വലുതാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യേണ്ടി വരും. ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കാറ്. ഈ കക്ക ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്യണം കേട്ടോ. അത് കാരണം ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്രാബ് ഇതുപോലെ സീ ക്രാബ് ചെറുതായതുകൊണ്ട് ഓപ്പൺ ആയിട്ട് തന്നെ ഇങ്ങനെ കുക്ക് ചെയ്താൽ മതി. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത് ചെയ്ത റെസിപ്പിയിൽ ഇതിന് മുമ്പത്തെ 2 റെസിപ്പീനേക്കാളും സിമ്പിളായിരുന്നു ഇപ്പോൾ ഇന്നത്തെ പ്ലാനിങ്. എന്താണെന്ന് അറിയില്ല. കക്കത ഏകദേശം കുക്കായി തുടങ്ങുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊട്ടി തുടങ്ങും, ഫ്രൈ ആയി തുടങ്ങുമ്പോൾ. അപ്പോൾ എന്നിട്ടും കുറച്ച് നേരം കൂടി ഞങ്ങൾക്ക് ഞാൻ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. സോഫ്റ്റായിട്ട് മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. ബട്ട് ഇച്ചിരി കൂടി ഫ്രൈ ആയിട്ടിരിക്കണം നല്ലത്. സീ ക്രാബ് ഇപ്പോൾ കുക്കായി കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ സ്റ്റർ ചെയ്തായിരുന്നു. ഇത്രയും മതി. ഈ കക്ക ആയതുകൊണ്ട് ഈ കക്കയുടെ സൈസിനനുസരിച്ച് ഈ പൊടികളൊക്കെ ആഡ് ചെയ്യണം. ഇപ്പോൾ വലിയ കക്കയാണെങ്കിൽ കൂടുതൽ പൊടികൾ വേണം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നന്നായിട്ട് നമ്മുടെ മസാലപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് വരണം. അത്രയേ ഉള്ളൂ. ആൻഡ് സ്റ്റർ ചെയ്ത് ഡ്രൈ ആക്കി നമുക്ക് എത്രത്തോളം ഫ്രൈ ആവണം ആ ഒരു ഇതിലേക്ക് ഇടുക. ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടേസ്റ്റ് പോവും ആക്ച്വലി. അത്രയും ഫ്രൈ ആവണ്ട. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ കൂടി വറുക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ മറന്നുപോയായിരുന്നു. ഈ കക്ക റെഡിയായി കഴിഞ്ഞാൽ അപ്പം തന്നെ ചൂടായിട്ടുള്ള ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇതിലിരുന്ന് തന്നെ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ എപ്പോഴും നമ്മൾ സെർവ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് കഴിക്കണ നേരത്ത് വേണമെങ്കിൽ ചൂടാക്കിയാൽ മതി. ഇനി ഈ ഫിഷ് ഫ്രൈ ചെയ്യണേക്കാൾ തൊട്ട് മുമ്പ് ഞാൻ കുറച്ച് അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടുള്ളത് കിട്ടാൻ. ബട്ട് അത് ചെറിയ മീനിലേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും വലിയ മീനിൽ ഞാൻ ഇച്ചിരി കൂടി വലിയ സൈസുള്ള മീനിൽ ആദ്യമായിട്ട് ആഡ് ചെയ്ത് നോക്കണം. ആൻഡ് കോൺഫ്ലവർ എപ്പോഴും ലാസ്റ്റ് മിനിറ്റാണ് ആഡ് ചെയ്യേണ്ടതെന്ന് എപ്പോഴും ഞാൻ ചൈനീസ് കുക്കിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ആഡ് ചെയ്യണേ. കുറച്ചൊന്ന് ഡ്രിസിൽ ചെയ്യുള്ളൂ, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ തന്നെ വറക്കണം, അതാണ് പരിപാടി. ഇനി ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യണേ. ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് ഓയിൽ ചൂടായിട്ട് ചെറിയ മീൻ ഫുള്ളായിട്ട് ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കും. 4 ഒരുമിച്ചിട്ടുണ്ട്, കൈ കൊള്ളി. ഇനി എപ്പോഴും ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യണ കാരണം എപ്പോഴും മറിച്ചിട്ടാൽ മസാല പോവും. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്യരുത്. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ടാൽ മതി. ആൻഡ് നല്ല ഫ്രൈ ആവണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരുന്നാൽ, തവ ഗ്രില്ല് ചെയ്യണ പോലെ മറിച്ചിട്ടുകൊണ്ടിരുന്നാൽ ഈ കോൺഫ്ലവറും മറ്റേ അരപ്പൊക്കെ പോവും. ഇനി നല്ല ക്രിസ്പി ആയിട്ട് മൊരിയട്ടെ. ഇനി ഞാനിത് ചോറ് കഴിക്കുന്നില്ല കേട്ടോ. ചോറിൻ്റെ കറിയാണ് ഈ പരിപ്പ് കറി. ബട്ട് എനിക്ക് ഇത്രയും സീ ഫുഡ് ഉള്ളതിന് ചോറ് വേണമെന്നില്ല. നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന ദിവസം ഇങ്ങനെ ചോറിനെ അവോയ്ഡ് ചെയ്താലും കുറേ കറികളുണ്ട്, അതിലൊക്കെ എണ്ണയുണ്ട്, അത് നോക്കണം. ഇത് കൊള്ളാട്ടോ. കോൺഫ്ലവറും നമ്മുടെ അരിപ്പൊടിയും കൂടി ഈ ചെറിയ മീനുകളിലോട്ട് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് ഫ്രൈ ചെയ്യൽ നല്ല ഐഡിയ. ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കുന്നത്, മുള്ളു വരെ കഴിക്കാം. ഇനി നമ്മുടെ പരിപ്പ് കറി. ഇത് അത്യാവശ്യം ഫൈബർ റിച്ചാണ് ആൻഡ് പ്രോട്ടീനും ഉണ്ട് പരിപ്പ്. അപ്പോൾ അത് കാരണം പിള്ളേർക്കൊക്കെ നല്ല ഗീ വേണമെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം ഈ കറിയിൽ. ആൻഡ് എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ അല്ല, മന്നയുടെ എല്ലാവരുടെയും ഫേവറേറ്റാണ് ഈ കറി. ഇത് ആക്ച്വലി ശരിക്കും നല്ല എന്നല്ല, ഈസിയാണ് എല്ലാം. നിങ്ങൾക്ക് ഡിന്നറിനൊക്കെ പ്ലാൻ ചെയ്യും, ഇത് മാത്രം മതി ആക്ച്വലി. നെക്സ്റ്റ് ചെമ്മീൻ തിളപ്പിച്ചത്. ഇത് എനിക്കൊന്ന് കൊച്ചിക്കാരുടെ സ്പെഷ്യലാണെന്ന് തോന്നുന്നത്. അത് ഈ പരിപ്പിൻ്റെ മുകളിലോട്ട് ഇടട്ടെ. അപ്പോൾ ഞാനീ പോക്കോ ഇതിൻ്റെ കൂടെ ചോറ് കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഈ കറികൾ ആസ്വദിച്ച തന്നെ നല്ല ടേസ്റ്റ്. കക്ക എടുക്കട്ടെ. നെക്സ്റ്റ് ചെറിയ കക്ക. ഇത് എനിക്ക് വലിയ കക്കേനേക്കാളും എനിക്കിഷ്ടം ഈ പൊടി പോലത്തെ കക്കയാണ്. പക്ഷേ സീസണലാണെന്ന് തോന്നുന്നത്. പണ്ടത്തെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു കക്കയും ചോറും മാത്രം. ഈ കക്ക ഇങ്ങനെ ചെയ്തതും കറുത്ത അരി ഉണ്ടല്ലോ, മറ്റേ റൈസ്. ബട്ട് ഇപ്പോൾ ചോറ് അത്ര ഇഷ്ടമല്ല. ക്രാബിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം കോൺഫിഡൻറ്റാണ്. ടേസ്റ്റി ഒക്കെ ഒന്നും പറയണമെന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് റെസിപ്പി കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ബിക്കോസ് അത്രയും സിമ്പിളാണ്.
മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആഡ് ചെയ്തില്ല, ചതച്ച മുളക് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. ഇത് ചെറിയ ക്ലബായതുകൊണ്ട് ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ റൈസ് ഉച്ചയ്ക്ക് എടുക്കാണ്ടിരിക്കാൻ മെയിൻ കാരണം ഡയറ്റല്ല കേട്ടോ. പാച്ചോറുണ്ട് ഡെസേർട്ടായിട്ട്, അപ്പോൾ അത് കാരണം എനിക്കത് മതി. പാച്ചോറ് നമ്മുടെ വൈറ്റ് അപ്പത്തിൻ്റെയൊക്കെ അരിയില്ലേ, പച്ചരി, അത് വെച്ച് ഉണ്ടാക്കണം. പച്ചരിയും തേങ്ങാപ്പാലും ജീരകവും, ചെറിയ ജീരകം അത്രയിട്ട് പ്രഷർ കുക്ക് ചെയ്തു. പിന്നെ കട്ടിയുള്ള പാലൊഴിച്ചു, ഇങ്ങനെ തിക്നെസ് ആക്കി. ആൻഡ് ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ ശർക്കര. ഈ വിഷുവിനൊക്കെ ഇത് ഉണ്ടാക്കില്ലേ, വിഷുക്കട്ട, അതാണ് ഈ സാധനം. ആൻഡ് പള്ളിയിലും നേർച്ചയായിട്ട് ഇത് എപ്പോഴും കൊടുക്കണതാണ്. അതാണ് കോമ്പിനേഷൻ. ഇതിന് ബീറ്റ് ചെയ്യാൻ വേറെ സാധനമില്ല കേട്ടോ. എനിക്കതൊരു ഇഷ്ടമുള്ളതുകൊണ്ടാണ്. പാച്ചോറ്, ദെൻ റൈസും കോക്കനട്ട് മിൽക്കും ശർക്കരയും. ആൻഡ് ഹെൽത്തിയാണ്. അങ്ങനെ വേറെ ഡെസേർട്ട്സ് കഴിക്കണ അത്രയും ഫാറ്റ് എന്തായാലും ഇല്ല. അപ്പോൾ പറയും, നിങ്ങളിത് ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ പ്ലാൻ ചെയ്യണം. അങ്ങനെ ബഡ്ജറ്റ് അങ്ങനെ കൂടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. എല്ലാം കൂടി എനിക്ക് തോന്നുന്നു 1200 നിന്നു. ഇത്രയും സീ ഫുഡ് 1 kg മേടിച്ചിട്ട്. പക്ഷേ ഇതെല്ലാം കൂടി ഉണ്ടാക്കാൻ ചിലപ്പോൾ ഇത്തിരി പണിയായിരിക്കും. എനിക്കിവിടെ ചേച്ചിമാരുണ്ട് ഹെൽപ്പ് ചെയ്യാൻ, അതെനിക്കറിയാം, എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ബട്ട് ഇന്ന് 2 ഡിഷൊക്കെ പ്ലാൻ ചെയ്താൽ മതി. അപ്പോൾ പരിപ്പ് കറി, ഈ ചെമ്മീൻ കറി, പിന്നെ എന്തെങ്കിലും ഒരെണ്ണം മീൻ വറുത്തത്, അങ്ങനെ പ്ലാൻ ചെയ്താലും മതി. ഇത് പറ്റണ ദിവസം ഇപ്പോൾ ഗസ്റ്റിനൊക്കെ ഈ അത്രയും എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇതേ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ മതി. ബട്ട് അവരെന്തായാലും ഇമ്പ്രസ്ഡ് ആകുന്നുള്ള കാര്യം 100% ഷുവറാണ്. ട്രൈ ചെയ്ത് നോക്കാം.